എസെക്കിയേൽ 25:17 സമീപകാലത്തിറങ്ങിയ ലൂസിഫർ ഫ്രാഞ്ചൈസ് സിനിമകളിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിപ്പെട്ട ഒരു ഡയലോഗാണിത്. യഥാർത്ഥത്തിൽ ഇതൊരു ബൈബിൾ വചനമാണോ? എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു സത്യക്രിസ്ത്യാനിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഡയലോഗാണിത്. എന്താണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ? നമുക്കൊന്ന് പരിശോധിക്കാം. കത്തോലിക്ക ബൈബിളിലെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 25-ാം അധ്യായം 17-ാം വാക്യം ഒരു ചെറിയ വാചകമാണ്. അത് ഇങ്ങനെയാണ്: ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. ഈ വചനത്തിന്റെ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനം ഇതാണ്. ഈ വാക്യം ദൈവത്തിന്റെ വലിയ പ്രതികാരത്തെയും ഉഗ്രമായ ശാസനകളെയും കുറിച്ച് പറയുന്നു. ഇത് അന്തിമ ന്യായാധിപൻ എന്ന നിലയിൽ ദൈവത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു വചനമാണ്. എന്നാൽ ഇതിനർത്ഥം ദൈവം മനുഷ്യന്റെ രീതിയിൽ പ്രതികാരം ചെയ്യുന്നവനാണ് എന്നല്ല. മറിച്ച് ദൈവം നീതി ഉറപ്പാക്കുകയും അനീതികളുടെ കാലത്തിന് ശേഷം ശാശ്വതമായ ക്രമം പുനഃസ്ഥാപിക്കുകയും ചെയ്യും എന്നാണ്. ഞാൻ കർത്താവാണെന്ന് അവർ അറിയും എന്ന വചനം നിർണായകമാണ്. ദൈവത്തെ അറിയാത്തവർക്കും അവനെ തിരസ്കരിച്ചവർക്കും തന്റെ സ്വഭാവവും പരമാധികാരവും വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ദൈവത്തിന്റെ ന്യായവിധികൾ. അതിലൂടെ താൻ ഏകസത്യ ദൈവമാണെന്ന് ജനതകൾ അറിയും എന്നാണ് ഇത് അർത്ഥമാക്കുക. എസെക്കിയേലിന്റെ പുസ്തകത്തിലെ പശ്ചാത്തലം. ജെറുസലേമിന്റെ നാശത്തിലും യൂദയായുടെ പ്രവാസത്തിലും സന്തോഷിച്ച അമ്മോന്യർ ഉൾപ്പെടെയുള്ള വിവിധ അയൽരാജ്യങ്ങൾക്കെതിരായ ന്യായവിധികളെക്കുറിച്ച് ദൈവം പ്രവചിക്കുന്ന ഒരു വലിയ പശ്ചാത്തലത്തിന്റെ ഭാഗമാണ് എസെക്കിയേൽ 25:17 എന്ന വചനം. ഏകദൈവ വിശ്വാസികളായ ഇസ്രായേൽ ജനത്തോടുള്ള അവരുടെ ദുഷ്ടതയോടും ദയയില്ലാത്ത പെരുമാറ്റത്തോടുമുള്ള ദൈവത്തിന്റെ നേരിട്ടുള്ള പ്രതികരണമാണ് ഈ വചനങ്ങൾ. ഞാൻ കർത്താവാണെന്ന് അവർ അറിയും എന്ന വാക്യം എസെക്കിയേലിന്റെ പുസ്തകത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു വിഷയമാണ്. ഇത് മനുഷ്യന്റെ പ്രതികാരത്തിനുള്ള ഒരു ആഹ്വാനമല്ല. ഈ വാക്യം മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാനോ ശിക്ഷിക്കാനോ മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. പ്രതികാരം ദൈവത്തിൻ്റെതാണെന്നും അവൻ തന്റെ സമയത്ത് നീതി ഉറപ്പാക്കുമെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ദൈവശാസ്ത്രപരമായ പ്രാധാന്യം. ദൈവത്തിന്റെ ശക്തി, നീതി, പരമാധികാരം എന്നിവയെക്കുറിച്ച് എസെക്കിയേൽ 25:17 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ദുരിതത്തിൽ സന്തോഷിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായും തിന്മയ്ക്കെതിരായ ദൈവത്തിന്റെ അന്തിമ വിജയത്തിന്റെ വാഗ്ദാനമായും ഇത് വർത്തിക്കുന്നു. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയിൽ നായകൻ ശത്രുവിനോട് പ്രതികാരം ചെയ്യുമ്പോൾ പറയുന്ന ദൈർഘ്യമേറിയ ബൈബിൾ വചനം പോലെ തോന്നിപ്പിക്കുന്ന ഡയലോഗ് ഇങ്ങനെയാണ്: കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്ന് നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകുന്നു. കാരണം അവൻ സത്യമായും തന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. എന്റെ പകയിൽ നീറിയൊടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേയൊരു രാജാവായിരുന്നുവെന്ന്. ഒരേയൊരു രാജാവ്. ഈ ദൈർഘ്യമേറിയ ഡയലോഗിന് ബൈബിളിലെ തിരുവചനത്തോട് അവസാനത്തെ ഒരു വാചകത്തിൽ ചെറിയ സമാനതയുണ്ടെന്നല്ലാതെ മറ്റൊരു സാമ്യവുമില്ല. ഇതൊരു തിരുവചനവുമല്ല. വചനമെന്നത് ക്രൈസ്തവർ ദൈവനിവേശിതമായി എഴുതപ്പെട്ട ബൈബിൾ വാക്യങ്ങളെ പറയുന്നതാണ്. ആയതിനാൽ സിനിമയിലുള്ളത് ഒരു മാസ് ഡയലോഗ് മാത്രമാണ്. ഇനി ഇതെവിടെ നിന്ന് വന്നു? അതിനായി 1994 റിലീസായ ഐക്കോണിക്കായ ഹോളിവുഡ് സിനിമ പൾപ്പ് ഫിക്ഷൻ എന്ന സിനിമയിലെ ഒരു രംഗം നമുക്ക് കാണാം. You read the Bible, Brett? Yes. Well, there's this passage I got memorized. Sort of fits this occasion. Ezekiel 25:17. The path of the righteous man is beset on all sides by the iniquities of the selfish and the tyranny of evil men. Blessed is he who in the name of charity and goodwill shepherds the weak through the valley of darkness, for he is truly his brother's keeper and the finder of lost children.
And I will strike down upon thee with great vengeance and furious anger those who attempt to poison and destroy my brothers. And you will know my name is the Lord when I lay my vengeance upon thee. എസെക്കിയേൽ 25:17 വളരെയധികം നാടകീയമായി അതിഭാവുകത്വത്തോടെ ബൈബിളുമായി ഒരു ബന്ധവുമില്ലാതെ അവതരിപ്പിച്ച ഒരു സീനാണ് നമ്മൾ കണ്ടത്. സാമുവൽ എൽ ജാക്സണിന്റെ കഥാപാത്രമായ ജൂൾസ് തന്റെ പ്രതികാരത്തിനായി പറയുന്ന ബൈബിൾ വാക്യമെന്ന പോലെ തോന്നുന്ന ഈ ഡയലോഗ് വളരെ പ്രശസ്തമാണ്. അതിന്റെ അപ്പാടെയുള്ള മലയാള പരിഭാഷയാണ് ലൂസിഫർ ഫ്രാഞ്ചൈസ് സിനിമകളിലും കാണാൻ സാധിക്കുക. അല്ലാതെ ഇത് ഒരു ബൈബിൾ തിരുവചനമല്ല. സിനിമകൾ ഒരു കൺകെട്ടാണ്. അതെപ്പോഴും മിഥ്യയുടെ ഒരു ലോകം മാത്രമാണ്. സിനിമ മാത്രമാണ്. ആവേശം കൊണ്ടും ചിരിച്ചും കരഞ്ഞും നേരം കളയാനുള്ള ഒരു ഉപാധി. അതിൽ നിന്നും നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കും ഒന്നും തന്നെ എടുക്കേണ്ടതില്ല. കാരണം മറ്റേതൊരു കച്ചവടവും പോലെ മാനുഷിക വികാരങ്ങളെ ഉണർത്തി ലാഭങ്ങൾ കൊയ്യാനുള്ള ഒരു കച്ചവടം മാത്രമാണത്.